മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങളുടെ സ്വന്തം താമസ് ആണ്. യെസ്, എടാ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും അല്ലെ എക്സാമിന്റെ ആ ഒരു അവസാന മൊമെന്റ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും അല്ലെ. എടാ ഇന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ മിസ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെ. ഒരു ഇന്റർവ്യൂ എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. എടാ അതിനകത്ത് ആര് ഇന്റർവ്യൂ ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പം അല്ലെ ഏതെങ്കിലും ഒരു ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കലാംജീനെ പോലെയുള്ള അങ്ങനെയല്ലേ അത്രയും വലിയ ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. സോ ആരോട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നാൽ അത് സേഫ് അല്ലേ? അതാവുമ്പോ പിന്നെ ആരോട് ചോദിക്കേണ്ട വന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാലോ അല്ലെ. അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുകയും ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാലിടാ. യെസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആരോട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് വലിയ യൂസ്ഫുൾ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ എന്നാലും എന്താണ് മിസ്സേ ചോദിക്കുക, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിടാം. What inspired you to choose this profession? അല്ലെ, ഈ ഒരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾ എന്താണ് ഇൻസ്പയർ ചെയ്തത്, നിങ്ങൾ എന്താണ് പ്രചോദിപ്പിച്ചത്? What challenges did you face in your career and how did you overcome them? So എന്തെങ്കിലും ഒരു കരിയറിൽ സക്സസ്ഫുൾ ആയ ഒരാളെ ആയിരിക്കില്ല നമ്മൾ മിക്കവാറും എന്താ പറയാ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരോട് ചോദിക്കാം, എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ കരിയറിൽ ഫേസ് ചെയ്തിട്ടുള്ളത് and how did you overcome them? അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ളത്? നെക്സ്റ്റ്, how do you manage your time and responsibilities effectively? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സമയവും റെസ്പോൺസിബിലിറ്റീസ് അല്ലെ കടമകളെയും എങ്ങനെയാണ് ഒരേപോലെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്? നെക്സ്റ്റ്, what advice would you give to young students who want to achieve success? അല്ലെ, സക്സസ് അച്ചീവ് ചെയ്യണം എന്നുള്ള യങ് സ്റ്റുഡൻസിന് എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? നെക്സ്റ്റ്, can you share an important life lesson you have learned? അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു ലൈഫ് ലെസൺ, ഒരു ജീവിത പാഠം അല്ലെ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസസിൽ നിന്നും എന്താണ് നമ്മൾ പല പല പാഠങ്ങളും പഠിക്കുന്നുണ്ടല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ലെസൺ ഷെയർ ചെയ്യാമോ? How do you handle failure or difficult situations in life? അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരും ഒറ്റയ്ക്ക് സക്സസ്ഫുൾ ആവുന്നതല്ല അല്ലെ. എല്ലാവരും ഒരുപാട് തോറ്റ് വീണ് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. സോ അങ്ങനെയുള്ള ഫെയിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറുള്ളത്? വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ സക്സസ്? അല്ലെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ ആൻഡ് വൈ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താണ് ആൻഡ് എന്തുകൊണ്ടാണ്? നെക്സ്റ്റ്, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ടു ദ യങ്ങർ ജനറേഷൻ? അല്ലെ, എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ യങ്ങർ ജനറേഷന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? അപ്പടാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു പേടി മാറി കിട്ടിയില്ലേ മിസ്? എന്തൊക്കെ ക്വസ്റ്റ്യൻ ആ ചോദിക്കാന്നുള്ളത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. വെറുതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ ആരാ എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂവിനൊരു സ്റ്റാൻഡേർഡ് വന്നില്ലേ. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ആരാണോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് അവർക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഫഷനും അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിനും അനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിനെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് സൂപ്പർ ആയിരിക്കും. അപ്പൊ ഓക്കെടാ. യെസ്, ഇപ്പൊ ഒരു ഐഡിയ വന്നല്ലോ അല്ലെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട്. ഇനി വേഗം പോയിരുന്നിട്ട് ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആയിക്കോട്ടെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.